ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു അറബിക് സ്വീറ്റ് ആണ്. കുനാഫ എന്ന പേരുള്ള ഒരു അറബിക് സ്വീറ്റ് ആണ് കേട്ടോ. നമുക്ക് മന്തിയൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ ഒരു ഡെസേർട്ട് ഐറ്റമായിട്ട് കിട്ടുന്ന സ്വീറ്റ് ഡിഷാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുനാഫ ഡോ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഒരുവിധം എല്ലാ ഷോപ്സിലും അതിൻ്റെ ഒരു ഫ്രീസർ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ അവൈലബിൾ ആയിട്ടുള്ളതാ. ഇതൊരു 500 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണെങ്കിലും ഫ്രീസറിലാണ് വെക്കുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് അതിന് കുറച്ച് നേരം മുന്നേ, ഒരു 2 hours മുന്നേ ഒക്കെ ആയിട്ട് എന്നിട്ട് വെളിയിൽ വെക്കുക. എന്നാലും മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു തണുപ്പൊക്കെ മാറി അതൊന്ന് ഡീഫ്രോസ്റ്റ് ആയി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു 3 hours ഒക്കെ ആയിട്ട് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, അതിൻ്റെ ആ ഒരു പാക്കറ്റൊക്കെ കുറച്ച് മുകളിലത്തെ ഭാഗം കുറച്ചിങ്ങനെ വീർത്ത് വന്നു. അത് ഡീഫ്രോസ്റ്റ് ആകുമ്പോഴത്തേക്കിനും അതിനകത്തുള്ള ഒരു എയർ റിലീസായിട്ട് അത് നല്ലതുപോലെ അങ്ങ് വീർത്ത് വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മളത് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട്, നമ്മൾ മുഴുവനും ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 250 to 300 gram ഒക്കെ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് വൺ ടൈം ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കി നമുക്ക് സെയിം ബോക്സിൽ തന്നെ ആക്കിയിട്ട് ഞാനിപ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും. നമുക്ക് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കൈ കൊണ്ട് ഈ ഡോ ഇങ്ങനെ ഫുൾ വിടിയിച്ചങ്ങ് വെക്കണം. ഇതൊന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ ഒരുപാട് പൊടിഞ്ഞങ്ങ് പൗഡർ പോലെ ആയി പോവാൻ പാടില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അൺസോൾട്ടഡ് ബട്ടർ എടുക്കുന്നുണ്ട്. ബട്ടർ ഒരു 100 grams ഒക്കെ എടുത്തിട്ട് അതിനൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം. അത് പാക്കറ്റിൽ ഇങ്ങനെ പാക്ഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കിനും കുറച്ച് സൈസായിട്ടേ തോന്നുന്നുള്ളെങ്കിലും നമ്മളിത് ഓപ്പൺ ആക്കി വരുമ്പോഴത്തേനും ഒരുപാടുണ്ടാവും. ഇനി നമ്മൾ ആ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തല്ലോ, അതിന് കുറേശ്ശെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് അങ്ങ് ഒഴിക്കേണ്ട ഒരേ സ്ഥലത്ത് തന്നെ. അപ്പം നമുക്കിത് എല്ലായിടത്തേക്കും എത്തിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. കുറച്ച് 2-3 തവണയായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചിട്ട് അതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഈ ഫുൾ കുനാഫോഡോ ഫുള്ളായിട്ട് ഈ ബട്ടറിൽ ഇങ്ങനെ കവേർഡായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നത്. ഇനി ബട്ടർ തന്നെ വേണമെന്നില്ല, നെയ്യാണെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഒക്കെ വന്നാലും കുഴപ്പമില്ല. ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് എടുത്താലും മതി. ഇപ്പം അതിനകത്ത് എല്ലാത്തിനകത്തും ആ ഒരു ബട്ടറിൻ്റെ അംശം എത്തിയിട്ടുണ്ട്. നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും കാണാൻ പറ്റും. ഇത് മുൻപ് നമ്മൾ ആ പാക്കറ്റിൽ എടുത്തപ്പോഴത്തേനും കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ബട്ടറൊക്കെ വന്നപ്പോഴത്തേനും അതിനകത്ത് എല്ലാത്തിലും ആ ഒരു നെയ്മയം പോലെ എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള ചീസ് മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് പാലെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പാലൊരു 1.5 കപ്പ് പാലൊക്കെ എടുത്തേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കും. പഞ്ചസാര ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഒക്കെയാണ് ഇടുന്നത്. ഇവിടെ മൈദ ഒരു 2 ടേബിൾ സ്പൂൺസും പിന്നെ കോൺഫ്ലോർ ഒരു 1 ടേബിൾ സ്പൂണും ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മൾ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പായിട്ട്, അതായത് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ആഡ് ചെയ്ത് കൊടുത്ത പൊടികളില്ലേ, മൈദയും കോൺഫ്ലോറും, ഇത് രണ്ടും ആ പാലിൽ നല്ലതുപോലെ മിക്സ് ആയിട്ട് ലംസ് ഒന്നും ഇല്ലാത്ത ആ ഒരു സ്റ്റേജിൽ എത്തിക്കണം. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കണം. അതൊരു ചെറിയ തീയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിങ്ങനെ കുറുകി വരുന്നതായിട്ട് അറിയാനായിട്ട് പറ്റും. അങ്ങനെ നല്ലതുപോലെ അതൊന്ന് കുറുകി തിളച്ചിട്ടൊന്ന് കുറുകുമല്ലോ, ആ കുറുകി വരുമ്പോഴത്തേക്കിനും ചീസ് ഇട്ട് കൊടുക്കും ഇതിനകത്തേക്ക്. അത് ഇട്ട് വെക്കുന്നത് ഒരു 6 പീസ് ട്രയാങ്കിൾ ചീസ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട. ആ ഒരു ചൂടിൽ ഈ ചീസ് അങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഈ ചീസൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കുനാഫ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും ഒരു ചീസി ആയിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റും. ഇനി ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ആ ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യത്തില്ല, അതുപോലെ ജസ്റ്റ് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് പേപ്പർ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പം ഈ ബേക്കിംഗ് പേപ്പർ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളുടെ ബേക്കിംഗ് ട്രേ ഒത്തിരി പുതിയതാണ്, ഒട്ടും പിടിക്കത്തില്ല, അങ്ങനെ അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത് മറിക്കുമ്പോൾ തന്നെ വിട്ട് കിട്ടും എന്നൊക്കെ നല്ല ഷുവർ ആണെങ്കിൽ ഈ ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേക്കിംഗ് ട്രേ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ചില സമയങ്ങളിൽ അത് ഈ ട്രേന്ന് മാത്രം അത് ചിലപ്പം വിട്ട് കിട്ടാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. വേറെ ട്രേ ആണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. അപ്പം ഇതിനകത്ത് വെക്കുമ്പോഴെല്ലാം ഞാൻ ഈ ബേക്കിംഗ് പേപ്പർ വെക്കാറുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും.
ഇനി നമ്മൾ നേരത്തെ ബട്ടറൊക്കെ തേച്ച് എല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു കുനാഫ ഡോ ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു ഹാഫ് എടുത്തിട്ട് നമ്മുടെ ഈ ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തി കൊടുക്കും. അപ്പം അത് നിരത്തുമ്പോഴത്തേക്കിനും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നിരത്തണേ. അതിങ്ങനെ ലൂസായിട്ടൊന്നും കിടക്കണ്ട. നല്ലതുപോലെ പ്രസ് ചെയ്തങ്ങ് എല്ലാം ഒരു ഹാഫ് മാത്രം തന്നെ അതിൻ്റെ മുകളിലങ്ങ് നിരത്തി കൊടുക്കും ഈ ബേക്കിംഗ് ട്രേയിൽ. ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ചീസ് മിക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ചീസ് മിക്സ് ഇടുന്നതിന് മുൻപായിട്ട് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് കുറച്ചിങ്ങനെ വിതറി കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നൊന്നും ഇല്ല. പക്ഷെ ഉണ്ടെങ്കിൽ നല്ലത്, കുറച്ചും കൂടെ ഒരു ചീസി എഫക്റ്റ് കിട്ടുമല്ലോ. കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ചീസ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ നിരത്തി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കുനാഫ ഡോ ഉണ്ടല്ലോ, കാരണം നമ്മൾ എടുത്തേക്കുന്നതിൻ്റെ ഹാഫ് മാത്രമാണ് താഴെ നിരത്തി അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ടു. അതിൻ്റെ മുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ചീസ് മിക്സ് ഇട്ടിട്ട് ബാക്കിയുള്ള കുനാഫ ഡോ ഉണ്ടല്ലോ അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ബാക്കിയുള്ള സെക്കൻഡ് പോർഷൻ ഇട്ട് കഴിയുമ്പോൾ നമ്മളിന് ഒരുപാട് പ്രസ് ചെയ്യുമൊന്നും വേണ്ട, കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു ചീസ് മിക്സ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ആദ്യം പ്രസ് ചെയ്ത് ഇങ്ങനെ ടൈറ്റ് ആക്കിയതുപോലെ രണ്ടാമത്തെ ലെയറിൽ ഇട്ട് ടൈറ്റ് ആക്കുമൊന്നും വേണ്ട കേട്ടോ. വെറുതെ ആ കുനാഫ ഡോ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. എല്ലാം ഒന്ന് കവർ ആവുന്നില്ല, ചീസ് മിക്സ് കവേർഡ് ആയിട്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സാധാരണ കേക്കിനൊക്കെ പ്രീഹീറ്റ് ചെയ്തില്ലേ, ഒരു 210 ഡിഗ്രി സെൽഷ്യസിലൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ്സ് ഒക്കെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഓവൻ ഏതാണോ അത് എങ്ങനെ പ്രീഹീറ്റ് ചെയ്യുന്ന അതേപോലെ. അപ്പോൾ ഇവിടെ ഞാൻ പ്രീഹീറ്റ് ചെയ്യുന്നത് ഒരു 210 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് ഒക്കെയാണ് നോർമലി കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രീഹീറ്റ് ചെയ്യാറുള്ളത്. അപ്പം ഇവിടെയും അതേപോലെ തന്നെ പ്രീഹീറ്റ് ചെയ്തു. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഡോന് അതിനകത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കുകയും അത് 210 കുറച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിലാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഡോ ഓവനിലിരിക്കുന്ന ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് ലാസ്റ്റ് ഒഴിക്കാനായിട്ടുള്ള ഷുഗർ സിറപ്പും കൂടെ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 ഗ്ലാസ് ഷുഗറും പിന്നെ അതുപോലെ തന്നെ ഒരു 1 ഗ്ലാസ് വെള്ളവുമാണ് ആഡ് ചെയ്തത്. അത് രണ്ടും കൂടെ ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ചൊരു 1 ടേബിൾ സ്പൂണൊക്കെ റോസ് വാട്ടർ ആഡ് ചെയ്തു. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ, നമുക്ക് ആ ഒരു റോസ് വാട്ടർ ഇഷ്ടമാണോ എന്നുള്ളത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി റോസ് വാട്ടർ ഇല്ല അല്ലെങ്കിൽ റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ നീരുണ്ടല്ലോ അത് കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് നോക്കുമ്പോൾ കാണാം ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനെ നമ്മളുടെ ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ അതിനകത്തുനിന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട് നമ്മളുടെ ഒരു വേറൊരു ട്രേയിലേക്ക്. അപ്പം നോക്കുമ്പോഴത്തേനും സൈഡൊക്കെ നല്ലതുപോലെ തന്നെ ആയിട്ടുണ്ട്, ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കളറും ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ആക്കി വെച്ചേക്കുന്ന ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാമേ. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും പുറം ഭാഗമൊക്കെ കുറച്ച് ഡ്രൈ ആയിരിക്കുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഒന്നൊരു വെറ്റാക്കാനും കൂടിയാണ് നമ്മളുടെ ഈ ഷുഗർ സിറപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നത് ഫ്ലിപ്പ് ചെയ്ത്, ഞാനിപ്പോൾ അതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ നമ്മളുടെ ഒരു ഫ്രണ്ട് പോർഷനും കിട്ടി. അവിടെയും കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഷുഗർ യൂസ് ചെയ്യുന്നില്ലാത്ത ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണ്ട അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും കഴിക്കാനുള്ളത് എടുക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഈ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്റ്റാഷ്യൂസ് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെന്നൊന്നുമില്ല, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതെപ്പോഴും ഒരു ചെറു ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം നമ്മളിത് ഓവനിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നതല്ലേ, അപ്പോൾ ആ ഒരു അതിൻ്റെ ഉള്ളിലുള്ള ഒരു ക്രീമും ചീസും എല്ലാം കൂടി ആയിട്ടുള്ളത് ആ ചൂടോടെയാണ് അതിന് ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഇപ്പം നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും അറിയാമല്ലോ, ചീസ് തണുക്കുമ്പോഴത്തേക്കിനും അതിന് ആ ഒരു അത്രയ്ക്കൊരു ചീസി എഫക്റ്റ് ഉണ്ടാവത്തില്ലല്ലോ. അപ്പം തണുത്തതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് കുറച്ച് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ്. ഇപ്പം സപ്പോസ് ഇതിൻ്റെ ലെഫ്റ്റ് ഓവർ ഉണ്ട്, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുവാണെങ്കിലും നെക്സ്റ്റ് ഡേ എടുക്കുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ തവയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് ചൂടാക്കിയാൽ ആ ഒരു ചീസ് മെൽറ്റ് ആവും. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകല്ലോ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും
ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.